ഗോതമ്പ് പൊടി കൊണ്ട് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരിയൊരു ചൂടുള്ള വെള്ളം അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിൽ ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാനാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഈ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഫെർമെൻറ്റേഷൻ എളുപ്പമാവാനും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി സ്പൂണ് കൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സിയുടെ മൂടി ക്ലോസ് ചെയ്തിട്ട് 3-4 മിനിറ്റ് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അല്പം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് വേണം മാവ് മാറ്റാനായിട്ട്. പൊടി ഒട്ടും പൊങ്ങിപ്പോവാതിരിക്കാനാണ്. ഫെർമെൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ പതഞ്ഞ് പൊങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രത്തിൽ വേണം മാവ് മാറ്റാൻ. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ നന്നായി കുലുക്കിയെടുത്ത ശേഷം ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവി കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ചു വയ്ക്കാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ നന്നായി ഫെർമെൻ്റായി കിട്ടും. അരമണിക്കൂറിൽ അപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തത്. എന്നാലിപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതിയെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. 1-2 മണിക്കൂറിനുള്ളിലാണ് അപ്പം റെഡിയാക്കി എടുക്കേണ്ടതെങ്കിൽ വെറും 1/2 ടീസ്പൂൺ മാത്രം ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറായപ്പോൾ തന്നെ നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തലേ ദിവസം രാത്രിയാണ് അരച്ച് വെക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റിൻ്റെ അളവ് 1/4 ടീസ്പൂണിനും താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഹീറ്റ് ചെയ്തെടുക്കാൻ. ഹീറ്റായി കിട്ടിയ ഉടനെ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നന്നായി ചുറ്റിച്ചെടുത്ത ശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. 2 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പാലപ്പം റെഡിയായി കിട്ടും. ദാ ഒരുപാട് ഹോൾസൊക്കെ ഉള്ള നല്ല അരികു മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് പാലപ്പം ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേഗത്തിൽ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്ത ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അരികു മുരിഞ്ഞ് നല്ല ഹോൾസൊക്കെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പാലപ്പം റെഡിയായി കിട്ടും. ചൂടോടെ തന്നെ നല്ല ക്രിസ്പി ആണെങ്കിലും ഇത് ചൂടാറിക്കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഫെർമെൻ്റ് ആയ ഉടനെ തന്നെ പാലപ്പം ചുട്ടെടുക്കേണ്ടതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനേലും നല്ലത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗോതമ്പിൻ്റെ പാലപ്പത്തിന് പുളിപ്പുരസം വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പാലപ്പം റെഡിയായി കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ പെട്ടെന്ന് മാവുണ്ടാക്കി റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയാൻ മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.